നമസ്കാരം. HbA1c കുറിച്ച് എല്ലാവർക്കും അറിയാം, കേട്ടുകേൾവിയെങ്കിലും ഉണ്ട്. അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവരും അറിയും. ഏതാണ്ട് 2-3 മാസത്തെ ആവറേജ് ഷുഗറാണ്. 2-3 മാസം കാലഘട്ടത്തിനുള്ളിൽ എത്രത്തോളം ബ്ലഡ് ഷുഗറിൻ്റെ വ്യതിയാനം ഉണ്ടായോ അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ HbA1c സൂചിപ്പിക്കുന്നതെന്ന് മിക്കവാറും എല്ലാവരും പറയും. എന്നാൽ ഇത് എത്ര കുറയാൻ പാടുണ്ടോ അല്ലെങ്കിൽ എത്ര കൂടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. എത്ര കുറവ് പോയാൽ നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ്, എത്ര കൂടിയാൽ കുഴപ്പമാണെന്നുള്ള എല്ലാവർക്കും അറിയാം. എന്നാൽ എത്ര വരെ ഇത് കൂടാം, അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അറിവുണ്ടോ എന്ന ചോദ്യത്തിന് പലർക്കും അറിയില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏതാണ്ട് ഏറ്റവും കൂടിയ HbA1c ലെവലാണ് ഇപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ഏതാണ്ട് 18.4% ഞാൻ കണ്ടത്. ഈ അടുത്ത കാലത്ത് ഒരു മാസത്തിനുള്ളിൽ വന്ന വളരെ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ്. 20 വയസ്സിൽ താഴെയുള്ളൂ. ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, അതും പറയാം. ടൈപ്പ് 1 ഒന്നുമല്ല, ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് ഈ വ്യക്തിയുടെ ഡയബറ്റീസിൻ്റെ ഇനം. അപ്പോൾ 18.4 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആവറേജ് 500 മില്ലിഗ്രാമിലും കൂടുതലായിരുന്നു ഈ വ്യക്തിയുടെ ബ്ലഡ് ഷുഗർ ലെവൽ. അതിന് തൊട്ട് മുമ്പത്തെ HbA1cയും ഇതിൽ തന്നെ കാണാം, 15% കൂടുതലായിരുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഏതാണ്ട് 6 മാസക്കാലം ഈ വ്യക്തിയുടെ ബ്ലഡ് ഷുഗർ 300 മില്ലിഗ്രാമിലും കൂടുതലായിരുന്നു എന്ന് വേണം കരുതാൻ. ലാസ്റ്റ് ചെയ്ത റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാം, 18.4. അതിനുശേഷം പിന്നെ പതുക്കെ കൺട്രോളായി തുടങ്ങിയതായിട്ടും കാണാം. അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ കുറേ നാളത്തേക്ക് ഫോളോ അപ്പ് ഉണ്ടായിരുന്നില്ല. ഫോളോ അപ്പ് തുടങ്ങിയതിന് ശേഷം വീണ്ടും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഏതാണ്ട് നോർമലായി എന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വളരെ കൂടിയ ലെവലിൽ ഒന്നാണിത്, 18.4. ഇനി അടുത്ത ചോദ്യമാണ് പലരെയും കുഴപ്പിക്കുന്നത്. എത്രത്തോളം ഇത് കുറയാം എന്നുള്ള ചോദ്യമാണ് അവിടെ. HbA1c എത്ര വരെ കുറയ്ക്കണം? നോർമൽ നമുക്കറിയാം 5.6% ആണ് ഒരു നോർമൽ HbA1c. ലെസ് ദാൻ 5.6% എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ഹൗ ലോ ഷുഡ് യു ഗോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. അത് 4%ആണോ, 3%ആണോ, 0% എന്നുള്ളത് പോലും ചോദ്യം പ്രസക്തമാണ്. 0% വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഇമ്പോസിബിൾ. ഒരിക്കലും വരില്ല, വരാൻ പാടില്ല. എന്താ കാരണം? ഇനി ശ്രദ്ധിച്ചോളൂ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു വസ്തു നമ്മുടെ രക്തത്തിലുണ്ട്, നമുക്കറിയാം. ഗ്ലൂക്കോസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതും ആയിട്ടുള്ള ഗ്ലൂക്കോസും നമ്മുടെ ശരീരത്തിൽ നിർബന്ധമാണ്. ഇവ രണ്ടും നിർബന്ധമാണ്. ഇവ രണ്ടും ഉള്ളിടത്തോളം കാലം HbA1c ഉണ്ടാവും. ഹീമോഗ്ലോബിൻ ഗ്ലൂക്കോസുമായിട്ട് സമ്പർക്കം ഉള്ളിടത്തോളം കാലം, ഇവ രണ്ടും ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നിടത്തോളം കാലം ഇവ രണ്ടും സമ്പർക്കത്തിൽ ഉണ്ടാവും. ഇവ രണ്ടും സംയോജിപ്പിച്ച് ഉണ്ടാവുന്ന ഒരു വസ്തുവാണ് HbA സീരീസ്. അതിൽ 1C എന്ന് പറയുന്ന ഒരു സബ് ടൈപ്പാണ് HbA1c അഥവാ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വസ്തു. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. ഒരു ആണി ഞാൻ ഇവിടെ വിട്ടേച്ച് പോയാൽ, വെറുതെ സാധാരണ അന്തരീക്ഷത്തിൽ വിട്ടേച്ച് പോയാൽ കാലക്രമേണ അതിൽ തുരുമ്പ് വരും. ഈ തുരുമ്പ് എവിടെ നിന്നാണ് വരുന്നത്? ആണിയിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ അംശവും അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ഈർപ്പവും ഓക്സിജന്റെ അംശവും എല്ലാം ചേർന്ന് ഉണ്ടാവുന്ന ഫെറിക് ഓക്സൈഡിനെയാണ് നമ്മൾ തുരുമ്പ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഈ തുരുമ്പ് എത്രത്തോളം വരും അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് വരും എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന എന്തൊക്കെയാ ഘടകങ്ങളാ? ഒന്ന്, ആ ആണിയിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിന്റെ അളവ്. 2, അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജന്റെ അളവ്, ഈർപ്പത്തിന്റെ അളവ്. എത്ര നാളത്തേക്ക് ഇവ തമ്മിൽ സമ്പർക്കത്തിൽ ഉണ്ടാവുന്നു, സമ്പർക്കം വരുന്നു എന്നുള്ളത്, അല്ലേ? ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ് തീരുമാനിക്കുന്നത് എത്രത്തോളം തുരുമ്പ് ആ ആണിക്ക് വരും എന്നുള്ള കാര്യം. സെയിം തിങ് ഇവിടെ HbA1cയുടെ കാര്യത്തിലും അത് തന്നെയാണ്.
എത്രത്തോളം ഹീമോഗ്ലോബിൻ ഉണ്ട്, ആ ഹീമോഗ്ലോബിൻ്റെ ഗുണനിലവാരം എത്രയാണ്, എത്രത്തോളം ഗ്ലൂക്കോസ് ഉണ്ട്, ഈ ഹീമോഗ്ലോബിനും ഗ്ലൂക്കോസും എത്രത്തോളം സമ്പർക്കം, എത്ര നാളത്തേക്ക് സമ്പർക്കം വരുന്നുണ്ട് എന്നുള്ളതിനൊക്കെ അടിസ്ഥാനമായിട്ടായിരിക്കും HbA1cയുടെ അളവുണ്ടാവുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ, അതാണല്ലോ ഒരു നോർമൽ ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു ജീവജാലത്തിൻ്റെ ഒരു സസ്തനിയുടെ ഒരു നോർമൽ. ഇവ രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും HbA1c ഉണ്ടാവും. അപ്പോൾ HbA1c 0 ആവാൻ അസാധ്യമാണ്, ഇമ്പോസിബിൾ. ഇനിയിപ്പോൾ 1%, 2%, 3% അങ്ങനെ വരാമോ? വരാം. എന്നും കരുതി നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവൽ ക്രമാതീതമായി കുറവാണ് അല്ലെങ്കിൽ HB ലെവൽ കുറവാണെന്ന് പറയാൻ സാധിക്കില്ല. HB ലെവൽ നോർമൽ ആണെങ്കിലും ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ആണെങ്കിലും നിങ്ങൾക്ക് ക്രമാതീതമായ കുറഞ്ഞ HbA1c വരാം. സ്പൂറിയസ്ലി ലോ HbA1c എന്നാണ് ഇതിന് പറയുന്നത്. എന്താ കാരണം? നേരത്തെ പറഞ്ഞ കാരണം. ഹീമോഗ്ലോബിൻ്റെ ഗുണനിലവാരം വെരി ഇമ്പോർട്ടൻറ്റ്. അതിലെന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ അത് HbA1cയെ ബാധിക്കും. ഗുണനിലവാരം, ക്വാളിറ്റി, ക്വാണ്ടിറ്റി മാത്രമല്ല, ക്വാളിറ്റി ഈസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ Hbയെ ബാധിക്കുന്ന അല്ലെങ്കിൽ Hbയെ ഗുണനിലവാരത്തെ ബാധിക്കുന്ന ജനിതകമായതും അല്ലാത്തതുമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. സർവ്വസാധാരണമായിട്ട് കാണുന്ന അനീമിയ, വിളർച്ച എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ രാജ്യക്കാരിൽ ഒരുപാട് കാണുന്നുണ്ട്. വിളർച്ചയ്ക്ക് തന്നെ ഒരുപാട് കാരണങ്ങളുമുണ്ട്. അയൺ ഡെഫിഷ്യൻസി അനീമിയ ഇസ് ദ കോമണസ്റ്റ്. അതല്ലാണ്ട് മെഗലോബ്ലാസ്റ്റിക് അനീമിയ, പെർനീഷ്യസ് അനീമിയ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അനീമിയാസ് ഉണ്ട്. മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയയുടെ തന്നെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. പിന്നെ മാക്രോസൈറ്റിക് അനീമിയ എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് കടക്കുന്നു. അപ്പോൾ അനീമിയ കോമണസ്റ്റ്, ഹിമോലൈറ്റിക് അനീമിയ അനദർ കോമൺ തിങ്, സിക്കിൾ സെൽ അനീമിയ അങ്ങനെ ഒരു. അപ്പോൾ ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ രക്തകോശത്തിൻ്റെ ഘടന മാത്രമല്ല, അതിലടങ്ങിയിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ ഘടന, രാസഘടനയ്ക്ക് പോലും മാറ്റങ്ങൾ സംഭവിക്കാം. അതിൻ്റെ ഫലമായിട്ട് ഹീമോഗ്ലോബിൻ്റെ ഗുണനിലവാരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ആൻഡ് ദാറ്റ് വിൽ എഫക്ട് HbA1c. അപ്പോൾ സ്പൂറിയസ്ലി ലോ HbA1c വരാം. അതിനാൽ ടേക്ക് ഹോം മെസ്സേജ് എന്താ? HbA1c തീരെ കുറവാണെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല. വളരെ കൂടുതലാണെങ്കിലും അങ്ങനെ വെറുതെ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. ബിക്കോസ് സ്പൂറിയസ്ലി ലോ HbA1c ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ഹാവ് സ്പൂറിയസ്ലി ഹൈ HbA1c. അങ്ങനെ വരാം. അങ്ങനെ പിടിക്കും. അതായത് കൃത്യമായ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ HbA1c ക്രമാതീതമായി കുറയുന്ന അവസ്ഥകൾ ഉണ്ടാവാമെങ്കിൽ, കൃത്യമായ കാരണങ്ങൾ ഇല്ലാണ്ട് തന്നെ HbA1c ക്രമാതീതമായി കൂടിയ കാരണങ്ങളും അല്ലെങ്കിൽ അവസ്ഥകളും ഉണ്ടാവാം. സ്പൂറിയസ്ലി ഹൈ HbA1c. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിന് ഒരു ലിസ്റ്റ് തന്നെയുണ്ട്, വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. ഈവൻ ലിവർ ഡിസീസ്, പലതരത്തിലുള്ള ലിവർ ഡിസീസ്, ചില മരുന്നുകൾ, ചില ഈ പറഞ്ഞ പോലെ ഹീമോഗ്ലോബിൻ്റെ അവസ്ഥകൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈവൻ ലാബിൽ ഓരോ കാലിബ്രേഷൻസ്, ഓരോ സ്റ്റാൻഡേർഡൈസേഷൻസ്, ഏത് സ്റ്റാൻഡേർഡ്സിനനുസരിച്ചാണ് ആ ലാബ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്സ്, അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാം. എഗെയിൻ ദാറ്റ്സ് എ വെരി കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ബട്ട് റിമെമ്പർ, നിങ്ങൾക്ക് സ്വതസിദ്ധമായ ചില കാരണങ്ങളാൽ തന്നെ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ചില കാരണങ്ങളാൽ തന്നെ യു ക്യാൻ ഹാവ് സ്പൂറിയസ്ലി ലോ ഓർ ഹൈ HbA1c. അപ്പോൾ തിരിച്ച് ഈ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ലെവലിലേക്ക് 18.4 വരാൻ സാധ്യതയുണ്ടോ? വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? അവിടെ 6 മാസക്കാലമായിട്ട് ഒട്ടും കൺട്രോളിലില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു അത്. അപ്പോൾ 18.4 വരാം. മാത്രമല്ല, അതിൻ്റെ തൊട്ട് മുമ്പ് 15% വന്നു. എന്നാൽ ഇത് വെച്ചിട്ട് മാത്രമാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? അല്ല. ഇവിടെ ഫിക്സ് ദ ഫാസ്റ്റിംഗ് ഫസ്റ്റ് എന്ന് പറയുന്നൊരു രീതിയിലാണ്. ഫിക്സ് ദ ഫാസ്റ്റിംഗ് ഫസ്റ്റ് ആൻഡ് ഫേംലി. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അപ്പോൾ അതിലെന്താ ചെയ്തിരിക്കുന്നത്? ആദ്യം നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. അത് ഫലിച്ചോ? തീർച്ചയായിട്ടും ഫലിച്ചു. യു ക്യാൻ സീ ദാറ്റ്. അപ്പോൾ 324-ൽ നിന്ന് 288-ഉം പിന്നെ 129-ഉമായിട്ട് കുറഞ്ഞു. ഇനിയിപ്പോൾ HbA1c ചെയ്താൽ, മൈൻഡ് യു, 18.4-ൽ നിന്ന് ഒറ്റയടിക്ക് മിക്കവാറും ഇത് 14 അല്ലെങ്കിൽ 13-ലേക്ക് വരും. എന്ന് വെച്ചാൽ 4 percentage പോയിന്റ്സ് കുറഞ്ഞെന്ന് വരാം. അതിനുശേഷം പക്ഷെ സംഭവിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ 18-ൽ നിന്ന് 13-ലേക്ക് അല്ലെങ്കിൽ 14-ലേക്ക് വരുമ്പോൾ 4-5 percentage പോയിന്റ് കുറഞ്ഞു എന്ന് നമ്മൾ കരുതി നമ്മുടെ പുറത്ത് തന്നെ നമ്മൾ തട്ടും. ഓ ഗ്രേറ്റ് ജോബ് എന്ന് നമ്മൾ പറയും. എന്നാൽ ആ 13%-ൽ നിന്ന്
അടുത്ത 2 അല്ലെങ്കിൽ 3% പോയിന്റ്സ് ആയ 10% എത്തിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും 3 അല്ലെങ്കിൽ ചിലപ്പോൾ 6 മാസമോ വേണ്ടി വരും. എന്ന് വെച്ചാൽ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, HbA1c വളരെ കൂടിയ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് കുറയ്ക്കാൻ എളുപ്പമാണ്. കൃത്യമായ ആ ട്രീറ്റ്മെന്റ് 2-3 മാസത്തിനുള്ളിൽ അത് നല്ല രീതിയിൽ കുറയും. പക്ഷേ കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ നോർമലിലേക്ക് വരാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ 10ലേക്ക് നമ്മൾ കുറച്ചൊന്ന് വരിക, 10ൽ നിന്ന് 9ലേക്ക് കുറയ്ക്കാൻ ചിലപ്പോൾ വീണ്ടും 6 മാസം വേണ്ടി വരും. 1% പോയിന്റ് മാത്രമേ ഉള്ളൂ, നോട്ട് ദ പോയിന്റ്, നോട്ട് ഇറ്റ്, ജസ്റ്റ് 1%. ഫ്രം ദെയർ അത് നോർമൽ സേ 7%, നമ്മൾ സെറ്റ് ചെയ്യുന്ന നോർമൽ അത് 6.5 ആയിരിക്കാം, 7 ആയിരിക്കാം, വാട്ട് എവർ, അതിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ഈവൺ മോർ എഫേർട്ട് ആൻഡ് ടൈം. HbA1cയുടെ ഒരു പ്രത്യേകത അതാണ്. ദ ഹയർ ദ HbA1c, ദ ഈസിയർ ഇറ്റ് ഈസ് ടു ഗെറ്റ് ഇറ്റ് ഡൗൺ ബൈ എ ഫ്യൂ പെർസെൻറ്റേജ് പോയിന്റ്സ്. പക്ഷെ അവിടെ നിന്ന് പിന്നെ താഴോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ അവിടെയാണ് ഈ ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നത്. അത് വേറൊരു വിഷയമാണ്, അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും. അപ്പോൾ HbA1cയെ കുറിച്ച് വീണ്ടും കുറേയും കൂടി വ്യക്തത നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് കരുതുന്നു. ഒന്ന്, HbA1c ഇൻ ഐസൊലേഷൻ ഒരിക്കലും ഉപയോഗിക്കരുത്. ഒരു HbA1c കണ്ടിട്ട് മാത്രം ഇത് കുറവാണ് അല്ലെങ്കിൽ ഇത് കൂടുതലാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് പാടില്ല ഇനി മുതൽ. പ്ലീസ് റിമെമ്പർ ദാറ്റ്. 2, ദ ഹയർ ദ HbA1c, ദ ഈസിയർ ഇറ്റ് ഈസ് ടു ഗെറ്റ് ഇറ്റ് ഡൗൺ. പിന്നെ അത് താഴേക്ക് എത്തിക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് വീണ്ടും നോർമലിലേക്ക് എത്തിക്കാൻ കുറേയും കൂടി കൂടുതൽ എഫേർട്ട് വേണ്ടി വരും, ചേഞ്ച് ഓഫ് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. അതിനാൽ കുറഞ്ഞു എന്ന് കരുതി ട്രീറ്റ്മെന്റ് അവിടെ വെച്ച് നിർത്തരുത്. പിന്നെ HbA1cയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനാൽ HbA1c ആകെ ബ്ലഡ് ഷുഗർ കൂടുതൽ ഉള്ളത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് എന്ന് കരുതുന്നത് തെറ്റാണ്. ഒരുപാട് രോഗാവസ്ഥകൾ, ലിവർ ഡിസീസ് ഉൾപ്പെടെയുള്ള ഒരുപാട് രോഗാവസ്ഥകളും മരുന്നുകളും ഒരുപാട് മീൻസ് രക്തസംബന്ധമായ അവസ്ഥകൾ, അനീമിയ ഉൾപ്പെടെ പല ടൈപ്സ്, ഇവയൊക്കെ HbA1cയെ ബാധിക്കാം. ഈവൻ ലാബ് വേരിയേഷൻസ് ഉണ്ടാവാം, റിപ്പോർട്ടിംഗ് അനോമലീസ് ഉണ്ടാവാം, ഒരുപാട് ഉണ്ടാവാം. അപ്പോൾ ഒരിക്കലും അതിനെ മാത്രം അടിസ്ഥാനമായിട്ട് ട്രീറ്റ്മെന്റ് തീരുമാനിക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.